ഹായ് എവരിവൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കെ സ്മാർട്ടിൽ ഇപ്പൊ ഒരു അപ്ഡേഷൻ നടക്കുകയാണ് അല്ലെ. ഇപ്പൊ ഒരു രണ്ടാഴ്ച അടുത്തായി ഈ ഒരു അപ്ഡേഷൻ വന്നിട്ട് ബെനിഫിഷ്യറി എങ്ങനെ ആഡ് ചെയ്യാം. ബെനിഫിഷ്യറി നമ്മൾ ആഡ് ചെയ്തിരുന്നതാണ് അല്ലെ. കെ സ്മാർട്ട് വന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്തിരുന്നു. അതിൽ ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അന്നേരം നമ്മൾ ഓരോ ഫയലിനും ഒരു ബെനിഫിഷ്യറിനെ തന്നെ ഒരേ സമയം വീണ്ടും വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് അല്ലെ. ഇനി അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇനി ഒറ്റ തവണ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫയലിലേക്കും ആ ബെനിഫിഷ്യറിനെ ലിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അപ്പൊ ആ ബെനിഫിഷ്യറി പുതുതായി എങ്ങനെ ഒരു ബെനിഫിഷ്യറി ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതും അതുപോലെ തന്നെ നിലവിലുള്ള ബെനിഫിഷ്യറിനെ എങ്ങനെ ഫയലിലേക്ക് ലിങ്ക് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വലിനെ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഫയല് ബഡ്ജറ്റ് എൻട്രി തുടങ്ങുന്നതിൽ നിന്ന് ആരംഭിക്കാം അല്ലെ. അപ്പോൾ ബഡ്ജറ്റ് എൻട്രി സാധാരണ ചെയ്യുന്നത് പോലെ ബഡ്ജറ്റ് സർവീസിൽ സാധാരണ ബഡ്ജറ്റ് എൻട്രി കൊടുത്തിരുന്നു. ഇപ്പോൾ പ്ലാൻ ബഡ്ജറ്റ് ഇൻ്റഗ്രേഷൻ ആയിട്ടുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ ബഡ്ജറ്റ് എൻട്രി ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് ഇപ്പോഴും ബഡ്ജറ്റ് എൻട്രിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. നമുക്ക് ആവശ്യമുള്ള ഫയലിൻ്റെ പ്രോജക്റ്റ് നമ്പർ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വരും. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആഡ് ഓൺ ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫയൽ ബഡ്ജറ്റ് എൻട്രി ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് വരുന്ന ഈ ഒരു പ്രശ്നം അല്ലേ, ബെനിഫിഷ്യറി ആഡ് ചെയ്യുമ്പോൾ വരുന്നൊരു ഇഷ്യൂസ്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ കെ സ്മാർട്ട് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഈ ബെനിഫിഷ്യറീനെ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഈ ആഡ് ചെയ്ത ബെനിഫിഷ്യറി എവിടെ പോയി അല്ലേ. അപ്പം അതിനെ നമ്മൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ ബെനിഫിഷ്യറി എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണുക. അപ്പോൾ ഒരു കോളത്തിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വലിന് കൊടുക്കാനും, അതല്ല ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്ത കോളത്തിൽ വരുന്നത് ആധാർ നമ്പറും അടുത്ത കോളത്തിൽ ബെനിഫിഷ്യറി കോഡും ആണ്. അപ്പൊ ആ ഒരു ബെനിഫിഷ്യറിന്റെ ആധാർ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഡീറ്റെയിൽസ് നമ്മൾ മുൻപ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അവിടെ വിസിബിൾ ആവും. അതിൽ 3 കോളംസ് കാണാം: ചേഞ്ച് അക്കൗണ്ട്, ആഡ് അക്കൗണ്ട്, ലിങ്ക് ടു ഫയൽ. അപ്പൊ നമ്മളിത് ലിങ്ക് ടു ഫയലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് ഫയലിലേക്കാണോ വേണ്ടത് ആ ഫയലിലേക്ക് അത് ലിങ്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബെനിഫിഷ്യറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞു, ആ ഫയലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും അവിടെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആഡ് അക്കൗണ്ടും ഉണ്ട്. എന്നിട്ട് നമ്മൾ ലിങ്ക് ടു ഫയൽ കൊടുത്തിട്ട് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിലേക്ക് ഇത് ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബെനിഫിഷ്യറി കാർഡ് വന്നിട്ടുണ്ട്. പുതിയൊരു ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലാണ് ആ ഓപ്ഷൻ വന്നിട്ടുള്ളത്. ബെനിഫിഷ്യറി കാർഡ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ഈ ഒരു ബെനിഫിഷ്യറിന്റെ ആധാർ നമ്പർ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നതാണ് ബെനിഫിഷ്യറി കോഡ്. ആ കോഡ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ മുൻപ് ആഡ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയും. അത് വെച്ചിട്ട് നമുക്ക് ലിങ്ക് ഫയൽ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ കഴിയും. ഇതൊക്കെ ഞാൻ എക്സിസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അവരെ ഫയലിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ ആ ഒരു ഫയൽ എടുക്കുക, എന്നിട്ട് ക്ലെയിമിൽ പോവുക, ബെനിഫിഷ്യറിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണും. അവിടെ ആധാർ നമ്പറിന്റെ തൊട്ടപ്പുറത്താണ് ബെനിഫിഷ്യറി കോഡ്. അവിടെ അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിഷ്യറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിനെ ലിങ്ക് ടു ഫയൽ ചെയ്തിട്ട് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാൻ കഴിയും.
ഇനി ഇതെങ്ങനെയാണ് ചെയ്ത് എടുക്കുക എന്നുള്ളതെന്ന് നോക്കാം. നമ്മൾ ആ ഒരു ഫയലിൽ പോയിട്ട് ആ ക്ലെയിമിൽ സെലക്ട് പേ എടുക്കുമ്പോൾ ആണ് നമുക്ക് ആ ഒരു പേയിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് കാണുക. അപ്പോൾ ആ ബെനിഫിഷ്യറിന്റെ ഡീറ്റെയിൽസ് വന്നു, സേവ് കൊടുത്തു, അങ്ങനെ സാധാരണ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി പുതിയൊരു ബെനിഫിഷ്യറിനെ ആഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ക്രിയേറ്റ് ബെനിഫിഷ്യറി ആണ്. അതിൽ തന്നെ ക്രിയേറ്റ് ബെനിഫിഷ്യറി കൊടുത്തു. അതിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ കൊടുക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പക്ഷേ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആധാർ നമ്പറും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പാൻ നമ്പറും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഈ ആധാർ നമ്പർ കൊടുക്കുന്ന സ്ഥാനത്ത് നമ്മൾ പാൻ നമ്പർ ആണ് കൊടുക്കുക. അവിടെ പാൻ നമ്പർ ആണ് ചോദിക്കുക. അത് വെച്ചിട്ട് ആധാർ നമ്പറിലെ സെയിം പേര് തന്നെ കൊടുക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു ഫെച്ച് ക്ലിയർ ആയിട്ട് വരുള്ളൂ. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് വന്നു. ഓൾറെഡി അക്കൗണ്ട് അവർക്ക് എത്രയാണോ ഉള്ളത് അതൊക്കെ അതിൽ കാണിക്കും. അതല്ല പുതിയൊരു അക്കൗണ്ട്, ഇനി എൻ്റെ കയ്യിൽ പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യേണ്ട ഒരു ബെനിഫിഷ്യറി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിലവിലുള്ള ആളെ വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് കൊടുക്കാം. ആഡ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഒരു ഇന്റർഫേസ് വരും. അങ്ങനെ അവിടെ നമ്മൾ ഈ ഒരു ബെനിഫിഷ്യറിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഈ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ അപ്ഡേറ്റ് അപ്രൂവ് എന്ന് കാണാം. അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ആയി. ഇനി നമുക്ക് ഈ ഒരു ബെനിഫിഷ്യറി കോഡ് വെച്ചിട്ടോ ആധാർ നമ്പർ വെച്ചിട്ടോ സെർച്ച് ചെയ്തെടുത്ത് ഫയലിലേക്ക് ലിങ്ക് ചെയ്ത് കയറ്റാൻ പറ്റും. അപ്പോൾ ഇനി അതാണ് ചെയ്യാനുള്ള പ്രോസസ്സ്. അതിനുവേണ്ടി ബെനിഫിഷ്യറി കാർഡിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് എടുത്തു. അതിൽ നമ്മൾ ഇവരുടെ ഈ ഒരു പാൻ നമ്പർ, കാരണം ഇൻഡിവിജ്വൽ അല്ല ഇത് ഞാൻ സെർച്ച് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ പാൻ നമ്പർ സെർച്ച് ചെയ്തെടുത്തു. അപ്പൊ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അത് ആ ഒരു ബെനിഫിഷ്യറി കോഡ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാണ്. ഞാൻ ഒരാളെ ഫസ്റ്റ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ആഡ് ചെയ്തതാണ്, ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അവരുടെ ബെനിഫിഷ്യറി കോഡ് നമുക്ക് കോപ്പി ചെയ്തെടുത്തിട്ട് അപ്പുറത്ത് ബെനിഫിഷ്യറിയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ലിങ്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പൊ നമുക്ക് കാണാം പുതിയ ആളുടെ ബെനിഫിഷ്യറിന്റെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് കണ്ടു. അത് നമുക്ക് ലിങ്ക് ടു ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത്രയാണ് പ്രോസസ്സ്. പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു,
പഴയതിനെ കൊണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു കാര്യം വിട്ടുപോയത് നമ്മൾ ഇവിടെ കണ്ടു, ചേഞ്ച് അക്കൗണ്ട് അല്ലെ. ഇവർക്ക് ചില ബെനിഫിഷ്യറീസിന് 1, 2, 3 അക്കൗണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ ആ അക്കൗണ്ട് വേണ്ട, എനിക്ക് ഇതിലേക്ക് മതി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ട്. ലിങ്ക് ഫയൽ കൊണ്ടുവരുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ചേഞ്ച് അക്കൗണ്ട്. ആവശ്യമെങ്കിൽ മാത്രം ചേഞ്ച് അക്കൗണ്ട് കൊടുത്ത് ലിങ്ക് ടു ഫയൽ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ആദ്യം കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. നിലവിലുള്ള ആളെ കൊണ്ടുവരാൻ ആധാർ നമ്പറോ അല്ലെങ്കിൽ പാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പാൻ നമ്പറോ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ബെനിഫിഷ്യറീനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ബെനിഫിഷ്യറി, നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബെനിഫിഷ്യറീനെ ഫയലിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതും സെലക്ട് പേയ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന 2 കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആധാർ നമ്പർ വെച്ചിട്ട് കൊടുക്കാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻഡിവിജ്വലും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് മറുപടി തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ടോപ്പിക്കായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ അനീഷ കല്ലറക്കൽ.